നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് യോഗങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളവരാണ് നാം എല്ലാം. ജാതകന് ശുഭഫലങ്ങൾ നൽകുന്ന യോഗങ്ങളും ദോഷഫലങ്ങൾ നൽകുന്ന യോഗങ്ങളുമുണ്ട്. ഇന്നിപ്പോൾ ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് ദോഷഫലത്തെ നൽകുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ്. യോഗത്തിൻ്റെ പേര് അപകീർത്തി യോഗം എന്നാണ്. യോഗത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ യോഗം കൊണ്ടുണ്ടാകുന്ന ഫലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. പാപഗ്രഹങ്ങളായ ആദിത്യനും ശനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗമാണ്. അതായത് ഗ്രഹനിലയിൽ 10ാം ഭാവത്തിൽ, 10ാം ഭാവം എന്ന് പറഞ്ഞാൽ ലഗ്നത്തിൽ നിന്നും 10ാമതായി വരുന്ന രാശി ഭാവം. ആ 10ാം ഭാവത്തിൽ സൂര്യനും ശനിയും നിൽക്കുക, ആ ഭാവത്തിലേക്ക് പാപഗ്രഹദൃഷ്ടിയുണ്ടാവുക, ഇങ്ങനെയൊക്കെ വന്നാൽ ആ ജാതകന് അപകീർത്തി യോഗം സംഭവിക്കുന്നതാണ്. സപ്തഗ്രഹങ്ങളിൽ രവി, കുജൻ, ശനി എന്നിവയാണ് പാപഗ്രഹങ്ങളായി കണക്കാക്കിയിരിക്കുന്നത്. ബുധൻ ശുഭഗ്രഹമാണെങ്കിലും പാപഗ്രഹങ്ങളുമായി ബന്ധം വന്നാൽ പാപനായി തീരുന്നതാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ജാതകന് അപകീർത്തി യോഗമുണ്ടായാൽ ആ വ്യക്തിക്ക് സമൂഹത്തിൽ കുപ്രസിദ്ധി അല്ലെങ്കിൽ അപകീർത്തി ഉണ്ടാകും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ശനി 10ാം ഭാവത്തിൽ നിന്നാൽ ആ ശനി ജാതകനെ വളരെ ഉയരത്തിൽ കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ ജാതകൻ വളരെ പ്രശസ്തിയിലിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ താഴേക്ക് പതിക്കുന്ന ഒരവസ്ഥ, പ്രശസ്തിക്ക് പകരം കുപ്രസിദ്ധി ഉണ്ടാകുന്ന ഒരവസ്ഥ ജാതകന് ഉണ്ടാകുന്നതാണ്. എല്ലാവരാലും അപമാനിക്കപ്പെട്ട് മാനസികമായി വളരെ തകരുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരു യോഗം ജാതകത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വളരെ സത്യസന്ധരായും സൽപ്രവർത്തികൾ ചെയ്തും ജീവിക്കേണ്ടതാണ്. മാത്രമല്ല നല്ലൊരു ഈശ്വരവിശ്വാസിയും ആകേണ്ടതാണ്. അങ്ങനെയായാൽ ദോഷം കുറഞ്ഞേക്കാം. ജാതകനുണ്ടാകുന്ന മാനസിക സംഘർഷത്തിനും പിരിമുറുക്കത്തിനും മറ്റും ശമനം ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു. ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.